വർക്കല ട്രെയിനിൽ യുവതിക്ക് നേരെയുണ്ടായ അക്രമ സംഭവം നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യമാണെന്ന് ട്രെയിൻ യാത്രക്കിടെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ലെന്നും ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സുമതി പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ യുവതിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് സൗമ്യയുടെ അമ്മ സുമതിയുടെ പ്രതികരണം. നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ലാതെയായി. ലേഡീസ് കമ്പാർട്ട്മെന്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും സുരക്ഷയില്ലെന്നും സുമതി പറയുന്നു. ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. എന്റെ സൗമ്യക്ക് ഇത് പറ്റിയ അന്നു മുതൽ ഞാൻ ഇതേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സൗമ്യക്ക് ഇത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കുറെ അതിന് കുറെ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാരെ ഇവരെല്ലാം ഇടയെല്ലാം നിർത്തി ക്യാമറ വെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇത് വീണ്ടും ഇത് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അതേ ഇതിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കിയെന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധനകൾ നടന്നു. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ ആരും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നില്ലെന്നും വേദനയോടെ പറഞ്ഞുവെച്ചു സുമതി. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തരുടെ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ന്യൂസ് സെന്റർ ഷൊർണൂർ.